ഇതാണ് നമ്മളെ പണ്ടത്തെ നെയിൽ എക്സ്റ്റൻഷൻ. Hello buddies, welcome to our first vlog. It's us and you're watching Dodri. ഇപ്പൊ ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ വൺ ഓഫ് ദി ഫേമസ് പ്ലേസ്, അതായത് ബേക്കൽ ഫോർട്ട്. ഞങ്ങൾ എല്ലാരും വളരെ എക്സൈറ്റ്മെന്റിലാണ്. എന്താ പറഞ്ഞാൽ കുറെ വർഷമായി ഞങ്ങൾ ബേക്കൽ ഫോർട്ട് പോവാത്ത. അങ്ങനെ ഞമ്മ ഇപ്പൊ എല്ലാരും പോകുന്നുണ്ട്. ഇനി എൻട്രൻസ് വരും അത്രേ കാട്ടിച്ചുതരാം. എൻട്രൻസ് ഫീസ് അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫൈനലി ഞങ്ങൾ എത്തിച്ചേർന്നു. ടിക്കറ്റ് എല്ലാം എടുത്തിട്ട് കഴിഞ്ഞു. ഇപ്പോ ഒരാൾക്ക് 25 രൂപ ആണ്. അപ്പൊ ടോട്ടൽ നമ്മൾ 5 ടിക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് ബേക്കൽ ഫോർട്ടിന്റെ ഗേറ്റ്. അവിടെ ഇവിടെ 6:15 ക്ലോസ് ആകുന്നത്. അപ്പോ നമുക്ക് ഇവിടെ എല്ലാം സോങ് ചിരിയുള്ള ക്യൂട്ടിന്റെ ചങ്ങന്മാരെ കൊടുത്തു. ചങ്ങന്മാരെ ഇവിടെ മാങ്ങ ഉണ്ട് ഗൈസ്. ഈ മരത്തിൽ മാങ്ങ ഉണ്ട്. മാങ്ങ കാണുന്നുണ്ടോ ഗൈസ്? വാവ്, കൊതിയാവുന്നു തിന്നാൻ വേണ്ടി. വെടിവെക്കുന്ന നോക്കിട്ട് വരല്ലേ, ഇവിടുന്ന് പോവാ. ഇവിടെ ഉണ്ടായ എല്ലാ സ്പോട്ടുകളും ഞങ്ങൾ ഈ വ്ളോഗിൽ ഇട്ട് ഇരിക്കുന്നതായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ആള് ഇതാ കിണറുണ്ട് ബൈയുടെ വലിയ. ഇതാണ് കിണർ. കിണറുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇവിടെ ലാസ്റ്റ് വന്നത് പറഞ്ഞെങ്കിൽ ഒരു 10 വർഷമായി. അങ്ങനെയൊക്കെ എല്ലാം മറന്നു പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും നോക്കുന്നതാണ്. വലിയ കിണറാണോ ഇന്ത്യയിലെ? നമുക്ക് അവിടെ പോവാം. അവിടെ ഒരു കുളമായിട്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് ആയിട്ട് പോയാൽ മതി. നല്ല കാറ്റാണ്. ഇനി ഇവിടെ ഒരു സ്ലൈഡ് പോലെ തന്നെ ഉണ്ട്. അതിനകത്തേക്ക് പോയാലായി നമുക്ക് ആ പോട്ടിലെത്താം. അവര് എപ്പോഴും റോസ്റ്റ് ആക്കും ഗൈസ്. ഇതാണ് നമ്മളെ ഫോർട്ട്. വാ കാണാം. എന്താ അവിടെ എന്താടാ? വളരെ ഭംഗിയുണ്ട് ചങ്ങായിമാരുടെ നോക്കാനില്ല. ശെൽവി ശെൽവി സൈഡ് വെക്കോ. കാറ്റായക്കൊണ്ട് എന്റെ മുടിയെല്ലാം പാറുന്നുണ്ട് ഗൈസ്. ചൂടൊന്നുമില്ല, വല ഭയങ്കര കാറ്റാണ്. എന്തോ ഒരു സുഖം ഫീൽ ചെയ്യുന്നത്. എന്താ അവിടെ നോക്ക് ഗൈസ്, എത്ര തെങ്ങുണ്ട് നോക്കി. കൊറേ തെങ്ങുണ്ട്. ഫുള്ള് തെങ്ങ് തോട്ടം തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി. കുറച്ചോ ഇത്
തണുപ്പുകൊണ്ട് നമുക്ക് ഇവിടെ അത്ര ചൂട് എന്നാൽ നമുക്കത് പ്ലാസ്റ്റിക് എന്റെ ഉള്ളിൽ കിണറ് ഞാൻ നോക്കട്ടെ. പ്ലാസ്റ്റിക് അല്ലേ എന്റെ ഉള്ളിൽ. ഇവിടെ കൊറേ കിണറുകളുണ്ട്. അതെന്തേ? പക്ഷെ അവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം ഉണ്ടല്ലോ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതുപോലെ തന്നെ ഇത് ഇരിക്കാനുള്ളതെന്ന് തോന്നുന്നു. അക്ക ഫോട്ടോ എടുത്തു ക്യാമറമാൻ നാഗമണീഷ്. അനിയനില്ലേ, അവന് ക്യാമറ വേണാണ്. എല്ലാരും അനിയനല്ല, എനിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ അവനിക്ക് ഇഷ്ടമുണ്ട്. എന്റെ ചങ്ങായി തരാവോ പ്ലീസ് പ്ലീസ് നോക്കണ്ടോ ക്യാമറമാൻ. ഇവര് കാറ്റായ കൊണ്ട് മുടിയെല്ലാം പാറിട്ട് ഒരു പരിവായിട്ടുണ്ട്. ഏത് ഹെയർ സ്റ്റൈൽ പോലും ഇവിടെ കെട്ടി വന്നാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ. ഇത് എന്തെന്നറിയില്ല, പക്ഷെ ഇത് ഉപയോഗിക്കാറില്ലേന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നോക്കി, സൈഡ് ചങ്ങായിമാരെ ആൾക്കാർ വരുന്നു. ഇവിടെ അധികം ഉള്ളത് ഏത് മരന്നറിയോ? മാമ്പഴം. മാമ്പഴം ഇത് നമ്മള് ചെറുപ്പത്തില് ഇതില് നഖം വെച്ചിട്ട് കളിക്കാറുണ്ടായിരുന്നു. നമുക്ക് ഇപ്പോഴും ഓർമ്മ. പക്ഷെ അത് എടുക്കാൻ പറ്റുമോ? എടുക്കട്ടാ, എടുത്ത് നോക്കാം. ഇതും തോന്നുന്നുണ്ട്. ഈ ഫോൺ പിടിച്ചേ. എന്നാന്നറിയില്ല, എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ. ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നഖമെന്ന് പറഞ്ഞിട്ടുണ്ടായി. മാങ്ങണ്ടമാരല്ലേ, ഒരു മാങ്ങ ഇല്ല ചങ്ങായിമാരെ. ചെറിയ പിള്ളേർ കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ പണ്ടത്തെ നെയിൽ എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഇവിടെ എന്തോ ഉണ്ട്. അതിന്റെ അകത്ത് പോകാൻ പറ്റോ? അതിന്റെ അകത്ത് പോകാൻ പറ്റോ? പോകാൻ പറ്റില്ല തോന്നുന്നു. ഇവിടെ കല്ലെല്ലാം വെച്ചിട്ടുണ്ട്. എന്തുണ്ടെന്ന് അറിയില്ല. പാമ്പ് വല്ലതുണ്ടെങ്കിൽ പോവാ. വീട്ടിലേക്ക് തന്നെ ഷൂട്ട്. ബേക്കൽ ഫോർട്ടിൽ നിന്ന് നമ്മ കടൽ കാണാൻ പോവാം. ബാ. വെള്ളത്തല്ലേ മണം വരുന്നുണ്ട് ഇതിന്റെ അല്ല. പക്ഷെ ഞമ്മ ചെറുപ്പത്തിലെ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞമ്മ ഇത് വിക്സിന്റെ മറ എന്ന് പറയും. പക്ഷെ ഇതെനിക്ക് ശരിക്കും അറിയത്തില്ല എന്തെന്ന്. നോക്കാം. കാണാം. ഇതാ അവിടെയാണ് അതിന്റെ സ്ഥലം. നമുക്ക് അവിടെയാണ് നിൽക്കേണ്ടത്. കാട്ടിക്ക് ക്യാമറ. ശെൽവി, ഇവിടെ നടക്കാൻ കുറേ ഉണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ എല്ലാം ഇങ്ങനെ ഫോർട്ട് പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ആ കടലിനെ കാണാം. ആ കടലിന്റെ തിരകൾ കാണാൻ
നല്ല ഭംഗിയുണ്ട്. നല്ല ആൾക്കാര് അത് ഇത് കാണാൻ, കടൽ കാണാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക് ഇവിടെ. നമുക്കറിയാം ഈ സ്പോട്ടിൽ നിന്നിട്ട് ഈ കടൽ കാണുമ്പോൾ തന്നെ നമ്മളെ സങ്കടങ്ങൾ വിഷമം എല്ലാം മാറി കിട്ടും. ഈ തിരമാലകളുണ്ടല്ലോ, അതിനായിരിക്കും പ്രത്യേക ഒരു മാജിക്. എല്ലാ സ്പോട്ടിലും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് പള്ളിക്കര ബീച്ചിലോട്ട് പോവാം.